എടാ ചിന്നെ, ചിന്ന നീ എവിടെയാടാ പോയി കിടക്കുന്നത്? ആ, ഇവിടെ ഇരിപ്പാണ്. എന്താടാ? എടാ, നീയല്ലേ കുക്കിയോട് ഇനി ചോക്ലേറ്റ് ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞേ? എന്നിട്ട് അവനതാ ഫ്രിഡ്ജിൽ വെച്ച് ചോക്ലേറ്റ് മുത്തെടുത്തോണ്ടേ കഴിക്കുന്നത്. ഇത് ശരി, ഞാൻ അവൻ കാണാതിരിക്കാനേ ഫ്രിഡ്ജിൽ തന്നെ കാണാതെ എടുത്ത് വെച്ചതാ. എന്നിട്ട് അവൻ അതും എടുത്ത് കഴിക്കുകയാണ്. എന്താ അവനെ കൊണ്ട് ചെയ്യാം? ശരി, അപ്പം ആ ചോക്ലേറ്റിൻ്റെ കാര്യത്തിലും തീരുമാനം. ഇതിനെന്താ, അവൻ കഴിക്കട്ടെ, അവൻ കുഞ്ഞല്ലേ. എൻ്റെ പൊന്നു ജൂണി, അവനൊരു എത്ര ചോക്ലേറ്റ് കഴിക്കുന്ന ജൂണിക്കറിയാം. ഇങ്ങനെ അവനെ ഇങ്ങനെ ചോക്ലേറ്റ് കൊടുത്ത് വഷളാക്കാതെ എങ്ങനെയും ഇത് നിർത്തിക്കണം. അധികം ചോക്ലേറ്റ് കുട്ടികൾ കഴിക്കാൻ പാടില്ലെന്നാണ് കൂടി. അതിന് അവൻ അധികം ചോക്ലേറ്റ് ഒന്നും കഴിക്കാറില്ലെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. ആ, അവൻ അങ്ങനെ പറയത്തുള്ളൂ. എന്നാലല്ലേ നീ വീണ്ടും വീണ്ടും അവന് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കും. എന്നാലേ അവൻ എന്നോട് അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അവനോട് നമുക്ക് കാര്യം പറയാം, അങ്ങനെ ചെറിയ ചോക്ലേറ്റ് കഴിക്കരുതെന്നൊക്കെ. അവൻ കുഞ്ഞില്ലേ, പറഞ്ഞ കേൾക്കില്ലേ? ബെസ്റ്റ്. അവനോട് എത്ര പ്രാവശ്യം ചിഞ്ഞേട്ടനും ഹോപ്പിയേട്ടനൊക്കെ പറഞ്ഞത്, എന്നിട്ട് അവൻ കേട്ടില്ല. ആ, നിനക്ക് പറഞ്ഞു കൊടുത്തൂടെ കഴിക്കരുതെന്ന്? ഞാനാണെങ്കിൽ വല്ലപ്പോഴല്ലേ ലീവ് കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവര് പറഞ്ഞാൽ കേൾക്കാത്തവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? അടുത്തത് അതും കൂടി ഉണ്ടല്ലോ, അതെവിടെ പോയി? ആ, സ്കൂള് വിട്ട് വന്നില്ലല്ലോ, അപ്പോഴേക്കും തുടങ്ങിയോ? ഈ സ്കൂളൊക്കെ 24 മണിക്കൂറൊക്കെ കൂടി. ഓ, എന്നെ കൊണ്ടാവില്ലേ. എന്തിനാ ഈ കുട്ടക്കാരാണ്, ഞാൻ മേടിച്ചു തരാം കുക്കിമോൻ്റെ കയ്യിൽ നിന്ന്. ആ, കീഴങ്ങ് ചെല്ലും, അവനിപ്പം തരും. ഞാൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. പോയടാ, എൻ്റെ കുക്കിമോൻ പറയുന്നൊക്കെ അനുസരിക്കും. ഞാൻ പോയി നോക്കട്ടെ. എന്നാ ചെല്ല്, എന്താന്ന് വെച്ചാൽ കാണിക്ക്. എനിക്ക് വയ്യ ഇതിലൊന്നും തലയിൽ. നീ ഇനി ഇവിടെ കുറച്ച് നാൾ സ്ഥിരമായി നിൽക്ക്. ഇതിനെയൊക്കെ നോക്കുന്ന പാട് എനിക്കല്ലേ അറിയൂ. ആ, അപ്പം അങ്ങനെയാ. എന്തായാലും വാ, ചൂടയുടെ പറഞ്ഞ കുക്കിമോൻ കേൾക്കും. എന്താ വാ, അതെനിക്കൊന്ന് കാണും. കുക്കി, കുക്കിമോനെ. നീ എന്താ ചേട്ടന്മാർക്ക് ചോക്ലേറ്റ് കൊടുക്കാതെ ഒറ്റ കഴിക്കണേ? അതെയോ, എന്നാലും ഉള്ള ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുത്ത് ഷെയർ ചെയ്ത് കഴിക്കണ്ടേ കുക്കി? ജൂണേ. ആ, ജൂണേട്ടൻ പറയുന്നത് 3 പേര് ശ്രദ്ധിച്ചേക്കണം. ചോക്ലേറ്റ് കുട്ടികൾ അധികം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്നും നിങ്ങൾ കഴിച്ചാൽ പോട്ടെ. ഇനി ചോക്ലേറ്റ് അധികം കഴിക്കാൻ പാടില്ല, ഓക്കെ? അവനിപ്പം തരും, നോക്കി ഇന്നോ രണ്ടാണ്. യോങ്കി ഒന്നും മിണ്ടാതിരുന്നേ. കുക്കി, അവർക്ക് രണ്ടാക്കിയപ്പോഴുള്ള ചോക്ലേറ്റ് ഒന്ന് പകുതി കൊടുത്തേ. പിന്നെ ആർക്ക് കഴിക്കാനുള്ളതാ? ഇത് പുഴുക്കുഞ്ഞോ? പുഴുക്കുഞ്ഞാ? നീ എന്താ കുക്കിമോനി പറയുന്നേ? പുഴുക്കുഞ്ഞോ? ഇവനെന്തൊക്കെ പറയണേ? വയറ്റിൽ സ്കാൻ ചെയ്തൊക്കെ പുഴുക്കുഞ്ഞോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് ശരി, അവൻ എനിക്കൊന്ന് കാണണം. ചെറിയ വിളവിടെ അവൻ എന്തൊക്കെയാ പറഞ്ഞു പഠിച്ചിരിക്കണേ. ഇപ്പൊ കണ്ടില്ലേ, അവൻ വീണ്ടും വീണ്ടും ചോക്ലേറ്റ് കഴിക്കാൻ നോക്കാം. അവനൊന്ന് കാണണല്ലോ. ആ, അപ്പൊ അതാണ് കാര്യം. എനിക്ക് മനസ്സിലായി എന്താ സംഭവം എന്ന്. എന്ത് സംഭവം? പറയാങ്ങോട്ട്.
2 ദിവസം മുമ്പ് നീ എനിക്ക് അയച്ച റീൽസ് ഓർമ്മയുണ്ടോ? അതേത്തെ റീല്? അത് ശരി, നീയല്ലേ അത് കണ്ടിട്ട് നമുക്ക് അതൊന്ന് പരിശോക്കാന്ന് പറഞ്ഞത്? ഓർമ്മയില്ലേ നിനക്ക്? ഓഹോഹോ, ആ റീല് ഇപ്പൊ മനസ്സിലായി. അതന്നെ. അതേടാ, അപ്പൂൻ്റെ ചേട്ടൻ പറഞ്ഞ ശരിയാ. ചോക്ലേറ്റ് അധികം കഴിച്ചാലേ വയറ്റിൽ പുഴു വരും. അപ്പോ കൊക്കിമോന്റെ വയറ്റിലുണ്ട്. അപ്പൊ എന്തായാലും വീക്കുട്ടന്റെയും ജീവൻകുട്ടന്റെയും വയറ്റിൽ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം, സ്കാൻ ചെയ്ത് നോക്കാം. നീ എന്താ പറയുന്നത്? നീയും തുടങ്ങിയോ കൊക്കിമോനെ പോലെ? എന്തീ പറയുന്നത് നീ? ജൂണേ. ആ, ചിലപ്പോ ചിന്നേട്ടനും യോഗ്യൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. നിങ്ങളെവിടെയൊക്കെ ഞാൻ സ്കാൻ ചെയ്യാൻ സാധനമൊക്കെ എടുത്തിട്ട് വരാം. ഗുഡ് ബോയ് അവിടെ ഇരിക്കും, യോഗി ഇപ്പൊ വരട്ടെ, അപ്പൊ കാണാം ആരൊക്കെ വരില്ല പുഴുക്കുഞ്ഞുള്ള, ആരൊക്കെയാ ചോക്ലേറ്റ് അധികം കഴിക്കുന്നേന്ന്. വന്നു ഞാൻ. അപ്പൊ ആരെയാ ഫസ്റ്റ് നോക്കേണ്ടത്? ആദ്യം തന്നെ ഗുഡ് ബോയിന്റെ തന്നെ അങ്ങ് നോക്കാം. ഓ, എന്നാ ഈ കുട്ടൻ കിടക്ക് നമുക്ക് നോക്കാം. ആഹാ, ഗുഡ് ബോയുടെ വയറ്റിലല്ലേ പുഴുക്കുഞ്ഞ്? ഇതാ. അത് നമുക്ക് നോക്കാം. എന്നല്ലേ ഉണ്ടെന്ന് പറയാൻ പറ്റൂ? നീ കിടന്നേ. ആഹാ, നിന്റെ വയറ്റിലുണ്ടടാ പുഴുക്കുഞ്ഞ്. ഞാൻ അപ്പോഴേ പറയാറില്ല വീടും ചോക്ലേറ്റ് കഴിക്കാൻ. നിങ്ങൾ ആരെങ്കിലും ഞാൻ പറഞ്ഞ കേൾക്കാറുണ്ടോ? കിമോന്റെയും വീക്കുട്ടന്റെയും ജീവൻകുട്ടന്റെയും ചോക്ലേറ്റ് കഴിപ്പ് കാരണം ഒരു പുഴുവല്ല, 10 പുഴുവെങ്കിലും മിനിമം ഉണ്ടാവേണ്ടതാ. ഹാവൂ, ഒന്നല്ലേ ഉണ്ടുള്ളൂ. അപ്പോഴേ പറഞ്ഞതാ പിള്ളേരെ കരയിപ്പിക്കാനായിട്ട്. അപ്പൊ നിന്റെ വയറ്റുള്ള പുഴു പോണ്ടേ? അത് ശരി, ഇതാരോടാ ഇത്ര നേരം ഇതൊക്കെ പറഞ്ഞോണ്ടിരുന്നേ? എടാ, പുഴുക്കുഞ്ഞ് വലുതായ നിനക്ക് തന്നെയാടാ പ്രശ്നം. പുഴുക്കുഞ്ഞ് നിന്നെ മാന്തും പിച്ചും പിന്നെ കടിക്കും. അത് വേണോ നിനക്ക്? നമ്മളൊന്നും പറയുന്നില്ല. അവനെ കടിക്കോ പിച്ചോ മാന്തോ ചെയ്യുകയാണെങ്കിലേ നമ്മളോട് വന്ന് പരാതി പറയരുത് കേട്ടോ. നീയൊക്കെ കൂടി ഇതിപ്പം നിർത്തിക്കോ. ചെറിയ പിള്ളേര് ഇതൊക്കെ പറഞ്ഞാൽ അവർ പേടിക്കില്ലേ? ഇനി ഇതുപോലെ റീൽസിൽ വല്ലത് കണ്ടുകൊണ്ട് വന്ന എല്ലാത്തിനും ഞാൻ ശരിയാക്കും. മക്കളെ, അതൊക്കെ വെറുതെയാ. അങ്ങനെ ഒന്നുമില്ല, പുഴുക്കുഞ്ഞോ ഒന്നുമില്ല. അവർ നിങ്ങളെ പറ്റിക്കും. ജൂണേ, ഞങ്ങളുടെ അമർത്തിക്ക് അവൻ്റെ ഒരു ജൂണേ വിളി. കൊച്ചുങ്ങൾക്ക് നല്ല രീതിയിൽ വേണം ചോക്ലേറ്റ് കഴിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ, അല്ലാതെ ഇതുപോലെ ഓരോന്ന് കാണിച്ചിട്ടല്ല. മനസ്സിലായോ? എന്നാ നീ തന്നെ പറഞ്ഞു കൊടുക്ക്. മൂന്നാക്കും സൂപ്പർമാനെ പോലെ ശക്തി വേണ്ടേ? അങ്ങനെയാണെങ്കിലേ ചോക്ലേറ്റ് കഴിച്ചാൽ അതുപോലെ ശക്തി വരില്ല. അതുകൊണ്ട് എന്ത് വേണം? ചോക്ലേറ്റ് അധികം കഴിക്കരുത്. മനസ്സിലായോ? ഇങ്ങനെ വേണം പിള്ളേർക്ക് കാര്യം പറഞ്ഞു കൊടുക്കാൻ. മനസ്സിലായോ? ഓ, മനസ്സിലായേ. എന്നാ പിന്നെ ഈ ചോക്ലേറ്റ് ആരും കഴിക്കാത്ത സ്ഥിതിക്ക് ഇതെനിക്ക് തന്നെ, ഞാൻ കഴിക്കും.
മിസ്റ്റർ ജൂണി, താങ്കൾക്കിപ്പോ ഒന്നും പറയാനില്ലേ? ആഹാ, ഇതിപ്പോ ഞാൻ ആരോടാ ഇപ്പൊ പറഞ്ഞ ഇതൊക്കെ?